ദർശനം അയ്യപ്പന്റെ ദർശനം കിട്ടി. നല്ല ദർശനല്ലേ? അയ്യപ്പ ശരണം സ്വാമി ശരണം അയ്യപ്പ ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ ശബരിമലയ്ക്ക് ശരണയ്യപ്പോ ശരണയ്യപ്പോ പൊന്നമ്പലവാസനേ ശരണയ്യപ്പോ സത്യസ്വരൂപനേ ശരണയ്യപ്പോ ഗുരുനാഥനേ ശരണയ്യപ്പോ ചിന്മയനേ ശരണയ്യപ്പോ പരമഗുരുവേ ശരണയ്യപ്പോ കൽക്കരാകരസുതനേ ശരണയ്യപ്പോ ശീലസുതനേ ശരണയ്യപ്പോ പരബ്രഹ്മസുതനേ ശരണയ്യപ്പോ തനയനേ ശരണയ്യപ്പോ ഭാരതബ്രഹ്മനേ ശരണയ്യപ്പോ ഭാര്യേ ശരണയ്യപ്പോ ശ്രീമന്ദനേ ശരണയ്യപ്പോ ഗണപതി സോദരനേ ശരണയ്യപ്പോ ബ്രഹ്മചാരി ഭഗവാനേ ശരണയ്യപ്പോ പുഷ്കരൂപനേ ശരണയ്യപ്പോ സ്വാമിയേ ശരണയ്യപ്പോ ഗുരുനാഥനേ ശരണയ്യപ്പോ വീരനേ ശരണയ്യപ്പോ വീരമണികണ്ഠനേ ശരണയ്യപ്പോ ലോകനാഥനേ ശരണയ്യപ്പോ പ്രപഞ്ചനേ സത്യസംഹാരമൂർത്തിയേ ശരണയ്യപ്പോ പ്രവൃത്താനന്ദമൂർത്തിയേ ശരണയ്യപ്പോ ലാണ്ടകൂടി ബ്രഹ്മാണ്ട നായകനേ ശരണയ്യപ്പോ സ്വാമിയേ ശരണയ്യപ്പോ ശാസ്താവേ ശരണയ്യപ്പോ ബാബരു സ്വാമിയേ ശരണയ്യപ്പോ പേട്ടേ സ്വാമിയേ തിരുവൂർത്തോടേ അഴുകാമതിയേ ശരണയ്യപ്പോ സ്നാനമേ ശരണയ്യപ്പോ ഭഗവാനേ വന്ദനമേ സ്വാമിയേ ഭുവനേ കയറ്റമേ കഠിനമേ ഭഗവാനേ കരിമല മുകളേ കരിമല ഇറക്കമേ കഠിനമേ ഭഗവാനേ ധ്യാനവട്ടമേ ധ്യാനവട്ടമേ നദിയേ സ്നാനമേ വിളക്കേ സദ്യേ ഭഗവാനേ ഭഗവാനേ കയറ്റമേ കഠിനമേ ഭഗവാനേ മേടേ മോക്ഷമേ യാലേ വന്ദനമേ സത്യമായ പടിയേ അമ്പലമേ അമ്പലത്തിൽ ഗുരുകളുടെ ഭഗവാനേ രാജാവേ അഭിഷേക പ്രിയനേ പൂരപ്രിയനേ മാർഗപുറത്തമ്മ മാതാവേ കൊണ്ടുവരണം ഭഗവാനേ സ്വാമിയേ ഭഗവാനേ നമസ്കാരെ കാക്കണം ഭഗവാനേ പാദാദിദേശമേ ദേശാദിപാദമേ സ്വാമിയേ ലോകമാതാവേ നമസ്കാരാധന ഭഗവാനേ സ്വാമിയേ 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 ശരണയ്യപ്പോ 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 ഹരിഹര സുധനേ മോഹിനി സുധനേ മോഹന രൂപനേ മോക്ഷദായകനേ സ്വാമിയേ കർപ്പൂരപ്രിയനേ പൊന്നമ്പല വാസനേ സ്വാമിയേ സ്വാമിയേ സ്വാമിയേ
സ്വാമിയേ സ്വാമിയേ ഹരിഹരസുതനേ ഹരിഹരസുതനേ സ്വാമിയേ 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 ഓം ഹരിഹരസുതനാനന്ദത്തനേ അയ്യപ്പ സ്വാമിയേ 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 ഹരിഹരസുതനേ ഹരിഹരസുതനേ മോഹിനസുതനേ ഗണപതി സോദരനേ പമ്പാവാസനേ സ്വാമിയേ സ്വാമിയേ ഹരിഹരസുതനാനന്ദത്തനേ സ്വാമിയേ ശരണമയ്യ സ്വാമിയേ സ്വാമിയേ പമ്പാവിളക്കേ പമ്പാവിളക്കേ പമ്പാവാസനേ പമ്പാവാസനേ ഗണപതി സോദരനേ ഗണപതി സോദരനേ മോഹിനി സുതനേ ഹരിഹരസുതനാനന്ദജിത്തനയ്യപ്പ സ്വാമിയേ ഗണേശ ശരണം ശരണം ഗണേശ ഗണേശ ശരണം ശരണം ഗണേശ ഗണേശ ശരണം ശരണം ഗണേശ ഗണേശ ശരണം ശരണം ഗണേശ പാർവതി നന്ദന ശരണം ഗണേശ നന്ദന ശരണം ഗണേശ പാർവതി നന്ദന ശരണം ഗണേശ പാർവതി നന്ദന ശരണം ഗണേശ ഗണേശ ശരണം ശരണം ഗണേശ ഗണേശ ശരണം ശരണം ഗണേശ ശങ്കര തനയ ശരണം ഗണേശ ശങ്കര തനയ ശരണം ഗണേശ ശങ്കര തനയ ശരണം ഗണേശ ശങ്കര തനയ ശരണം ഗണേശ ഗണേശ ശരണം ശരണം ഗണേശ ഗണേശ ശരണം ശരണം ഗണേശ മൂഷിക വാഹന ശരണം ഗണേശ മൂഷിക വാഹന ശരണം ഗണേശ മൂഷിക വാഹന ശരണം ഗണേശ മൂഷിക വാഹന ശരണം ഗണേശ ഗണേശ ശരണം ശരണം ഗണേശ ഗണേശ ശരണം ശരണം ഗണേശ അനാഥരക്ഷക ശരണം ഗണേശ അനാഥരക്ഷക ശരണം ഗണേശ അനാഥരക്ഷക ശരണം ഗണേശ അനാഥരക്ഷക ശരണം ഗണേശ ഗണേശ ശരണം ശരണം ഗണേശ ഗണേശ ശരണം ശരണം ഗണേശ ആശ്രിത വത്സല ശരണം ഗണേശ ആശ്രിത വത്സല ശരണം ഗണേശ ആശ്രിത വത്സല ശരണം ഗണേശ ആശ്രിത വത്സല ശരണം ഗണേശ ഗണേശ ശരണം ശരണം ഗണേശ ഗണേശ ശരണം ശരണം ഗണേശ വിഘ്ന വിനാശക ശരണം ഗണേശ വിനാശക ശരണം ഗണേശ വിഘ്ന വിനാശക സ്വാമിയേ ശരണം ശരണമപ്പ അച്ഛനൊരു മലയുണ്ട് കൈലാസം അമ്മയ്ക്കൊരു മലയുണ്ട് ഏഴിമല ഏട്ടനൊരു മലയുണ്ട് പഴനിമല എന്നയ്യനൊരു മലയുണ്ട് ശബരിമല ശരണം ശരണം ശരണമപ്പ സ്വാമിയേ ശരണം ശരണമപ്പ ശരണം ശരണം ശരണമപ്പ സ്വാമിയേ ശരണം ശരണമപ്പ അച്ഛനൊരു നാമമുണ്ട് നീലകണ്ഠൻ അമ്മയ്ക്കൊരു നാമമുണ്ട് നാരായണ ഏട്ടനൊരു നാമമുണ്ട് ഹരോഹര എന്നയ്യനൊരു നാമമുണ്ട് ശരണമയ്യപ്പ ശരണം ശരണം ശരണമപ്പ സ്വാമിയേ ശരണം ശരണമപ്പ ശരണം ശരണം ശരണമപ്പ സ്വാമിയേ ശരണം ശരണമപ്പ സരസ്വതി സരസ്വതി പാലയമാ വാണി ദേവി പാളയമാ അമല കമലേ ധനസഹിതേ
അത്ഭുത ചരിതേ പാലയമാം സരസ്വതി സരസ്വതി പാലയമാ വാണി ദേവി പാലയമാ അമല കമലേ സനസഹിതേ അത്ഭുത ചരിതേ പാലയമാം സരസ്വതി സരസ്വതി പാലയമാ വാണി ദേവി പാലയമാ സരസ്വതി സരസ്വതി പാലയമാം വാണി ദേവി പാലയമാം സരസ്വതി സരസ്വതി പാലയമാ വാണി ദേവി പാലയമാ മാതാ മംഗള ഗുണശീലേ മനോജ്ഞശീലേ പാലയമാം സരസ്വതി സരസ്വതി പാലയമാ വാണി ദേവി പാലയമാ മാതാ മംഗള ഗുണശീലേ മനോജ്ഞശീലേ പാലയമാം സരസ്വതി സരസ്വതി പാലയമാ വാണി ദേവി പാലയമാ സരസ്വതി സരസ്വതി പാലയമാം വാണി ദേവി പാലയമാം സരസ്വതി സരസ്വതി പാലയമാ വാണി ദേവി പാലയമാ സരസ്വതി സരസ്വതി പാലയമാം വാണി ദേവി പാലയമാം സരസ്വതി സരസ്വതി പാലയമാ വാണി ദേവി പാലയമാ സ്വാമിയേ ശ്രീ മാളികപ്പുറത്തിന്റെ അതിഗംഭീരമായ ഭജനയാണ് നിങ്ങൾ കേട്ടത്. മാതൃസമിതിയുടെ അടുത്ത പ്രതിനിധിയായി നമ്മുടെ സുജാത മാളികപ്പുറം മുന്നോട്ടേക്ക് കടന്നു വരുന്നുണ്ട്. അടുത്തതായി സുജാത മാളികപ്പുറത്തിന്റെ അതിഗംഭീരമായ ഭജന ഉണ്ടായിരിക്കുന്നതാണ്. തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും സ്വാമി തിരുവിളക്കിൻ കതിരൊളിയിൽ കുടിയിരിക്കും സ്വാമി. ആടി വീഴും പൂവുകളിൽ തൊഴിലുണർത്തും സ്വാമി. വെള്ളിമണി ശ്രീകോവിലിൽ വാണരുളും സ്വാമി. അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി. കല്ലുമല മുള്ളുമല മലകൾ ചവിട്ടി ഉള്ളിൽ വില്ലടിച്ചാൻ പാട്ടുപാടും കിളിയെ ഉണർത്തി. കല്ലുമല മുള്ളുമല മലകൾ ചവിട്ടി ഉള്ളിൽ വില്ലടിച്ചാൻ പാട്ടുപാടും കിളിയെ ഉണർത്തി. കണ്ണുനീരു കയ്യുമായി ഞാനിവിടെ വന്നെത്തി എന്നും കാത്തരുളുക വരമരുളുക കൈവണങ്ങുന്നേ. അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി. വിഷ്ണുവുണ്ണി ശിവനുന്നി ശ്രീ മുരുകനുന്നി പരാശക്തിയുന്നി യുദ്ധനുന്നി അയ്യപ്പ സ്വാമി. വിഷ്ണുവുണ്ണി ശിവനുന്നി ശ്രീ മുരുകനുന്നി പരാശക്തിയുന്നി യുദ്ധനുന്നി അയ്യപ്പ സ്വാമി. കാലവുന്നി പ്രകൃതിയുന്നി കാരണവുന്നി എന്നിൽ കാത്തരുളുക വരമരുളുക കൈവണങ്ങുന്നേ. അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി അഭയം അയ്യപ്പ സ്വാമി. തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും സ്വാമി. തിരുവിളക്കിൻ കതിരൊളിയിൽ കുടിയിരിക്കും സ്വാമി. ആടി വീഴും പൂവുകളിൽ തൊഴിലുണർത്തും സ്വാമി. വെള്ളിമണി ശ്രീകോവിലിൽ വാണരുളും സ്വാമി. അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി. ശരണയ്യപ്പോ ശരണമേ ശരണം പൊന്നയ്യപ്പ അയ്യപ്പ ശരണം ശരണം പൊന്നയ്യപ്പ ശരണം പൊന്നയ്യപ്പ അയ്യപ്പ ശരണം ശരണം പൊന്നയ്യപ്പ. ഇരുമോടിക്കെട്ടുമേന്തി പണിയിറങ്ങുമ്പോൾ നെഞ്ചിൽ വിരിയുന്നു ഭക്തിയുടെ കതിർത്തുലകൾ. സ്വാമി ശരണം ശരണമേ ശരണം പൊന്നയ്യപ്പ
അയ്യപ്പ ശരണം ശരണം പൊന്നയ്യപ്പ സ്വാമിയെ ശരണമെന്ന വിളിയിലി പ്രപഞ്ചത്തിൽ താരമോതാലൊതുങ്ങുന്നു നാദബ്രഹ്മമായി. സ്വാമി ശരണം ശരണമേ ശരണം പൊന്നയ്യപ്പ അയ്യപ്പ ശരണം ശരണം വാവൊരു പൊന്നയ്യപ്പ സ്വാമിയെ നന്നായി വണങ്ങുന്നു പൂങ്കാവനം പോയ കാല വൈഭവത്തിൽ പൂവിടക്കുന്നു. സ്വാമി ശരണം ശരണമേ ശരണം പൊന്നയ്യപ്പ അയ്യപ്പ ശരണം ശരണം പൊന്നയ്യപ്പ ഹരിഹര കഥ പാടി ചെറുതോട്ടിലെത്തിയിടുമ്പോൾ ഹരിഹര സുതൻ നമ്മെ അനുഗ്രഹിക്കും. സ്വാമി ശരണം ശരണമേ ശരണം പൊന്നയ്യപ്പ അയ്യപ്പ ശരണം ശരണം പൊന്നയ്യപ്പ കാളകെട്ടിയിലെ ബന്ധു ദർശനം ചെയ്തിറങ്ങുമ്പോൾ അഴുതയിലല പാടും കീർത്തനം കേൾക്കാം. സ്വാമി ശരണം ശരണമേ ശരണം പൊന്നയ്യപ്പ അയ്യപ്പ ശരണം ശരണം പൊന്നയ്യപ്പ ശരണം ശരണമേ ശരണം പൊന്നയ്യപ്പ അയ്യപ്പ ശരണം ശരണം പൊന്നയ്യപ്പ. ശരണമേ ശരണം പൊന്നയ്യപ്പ അയ്യപ്പ ശരണം ശരണം പൊന്നയ്യപ്പ അഴുത നദിക്കരയിൽ വിരി വെച്ചു കിടക്കുമ്പോൾ ആത്മവാടിയിൽ വിരിയും തുളസി പൂക്കൾ. സ്വാമി ശരണം ശരണമേ ശരണം പൊന്നയ്യപ്പ അയ്യപ്പ ശരണം ശരണം പൊന്നയ്യപ്പ പുലരുമ്പോൾ സ്നാനം ചെയ്ത് കല്ലെടുത്ത് നടക്കുന്നു അഴുതമേടും കടന്ന് യാത്ര ചെയ്യുന്നു. സ്വാമി ശരണം ശരണമേ ശരണം പൊന്നയ്യപ്പ അയ്യപ്പ ശരണം ശരണം പൊന്നയ്യപ്പ ശരണം ശരണമേ ശരണം പൊന്നയ്യപ്പ അയ്യപ്പ ശരണം ശരണം പൊന്നയ്യപ്പ. ശരണം ശരണമേ ശരണം പൊന്നയ്യപ്പ അയ്യപ്പ ശരണം ശരണം പൊന്നയ്യപ്പ കരിമുഖ സോദരന്റെ കഥ പാടി നീങ്ങിടുമ്പോൾ കല്ലിടേണ്ട കല്ലിടം നനഞ്ഞിടുന്നു. സ്വാമി ശരണം ശരണമേ ശരണം പൊന്നയ്യപ്പ അയ്യപ്പ ശരണം ശരണം പൊന്നയ്യപ്പ സ്വാമി ശരണം നമ്മളെ ഗുരുസ്വാമിയാണ് സുധാകര സ്വാമി. സുധാകര സ്വാമി ഇന്നത്തെ യാത്ര എന്തുണ്ട് ആദ്യത്തെ ദിവസം? നല്ല ഡേറ്റിലെ പോകുന്നത് നല്ല നല്ല ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം. ഭക്തിസാന്ദ്രമായിട്ട് തന്നെ പോകും. അതെ കുറേ ഇങ്ങനെയുള്ള യാത്രകൾ അതെ ഇതാണ് ശരിയായ യാത്ര അല്ലേ? പാടി ഭജനൊക്കെ പാടി അയ്യപ്പന്റെ കീർത്തനങ്ങളും അതെ ഗണപതി കീർത്തനങ്ങളെല്ലാം പാടിയിട്ട് പോകും അല്ലെ? ഇവിടെ 2-3 സ്വാമിയാർ കുറവുണ്ട്. നന്നായി അതെ കുറവെല്ലാം നമ്മളെല്ലാരും നികത്തിയിട്ട് പോക്ക് അല്ലേ? ആ കുറവെല്ലാം എല്ലാരും നികത്തിയിട്ട് തന്നെ നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. സ്വാമിക്ക് എന്നാ പറയാ ഇന്നത്തെ പോക്കിനെ പറ്റിട്ട് ഈ ഒരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം പറ. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമാണ്. നമ്മൾ എത്ര വർഷം ഒന്ന് സൈഡ് ആയിക്കോട്ടാ. പിന്നെ ശബരിമല യാത്രക്ക് പോകുന്നത് ഇതുപോലത്തെ ഒരു അനുഭവം ആദ്യമായിട്ടാണ്. അതെ ഭക്തിസാന്ദ്രമായ ഒരുപാട് അവരുണ്ടാ കന്നിസ്വാമിമാർ 10-24ഓളം കന്നിസ്വാമിമാരുണ്ട്. ചെറിയൊരു സ്ഥലം നോക്കി സൈഡ് ആയിക്കോട്ടെ. അതുകൊണ്ട് തന്നെ എന്താണെന്നറിയില്ല ഭജനയും സംഗീത സാന്ദ്രമായ ഭക്തി ഗാനസുതി ഛർദ്ദിക്കാൻ പറ്റില്ല. ഒക്കെ ഇതിൽ ഉണ്ടായിട്ടുണ്ട്. അടിപൊളി സന്തോഷം. സാധാരണ സ്വാമിമാര് പലയാളും പല ഭാഗത്ത് ചെയ്ത് ഉറങ്ങലുണ്ടായി. പ്രാവശ്യം നല്ലൊരു ഭജനയൊക്കെ പാടിക്കൊണ്ട് പോകുന്നു. ഇതുണ്ട് നമ്മളെ യാത്ര, ശബരിമല യാത്ര എങ്ങനെ പോകുന്നു? ആദ്യമായിട്ട് പോകുന്നില്ല ടീച്ചർ? എങ്ങനെയുണ്ട് നമ്മളെ എല്ലാരെയും ഭജനയും ശരണം വിളിയെല്ലായിട്ട്? എന്റെ മോന്റെ പാട്ടില് എനിക്ക് നല്ലോണം കേൾക്കാൻ ഏതാ മോനെ നമ്മൾ കാണിച്ചതാ? ഇത് ടീച്ചറെ ചേച്ചിയല്ലേ? ചേച്ചി ആദ്യമായിട്ട് പോഞ്ഞ? ചേച്ചിന്റെ പേരെന്നാ? എന്റെ പേര് മഞ്ജുള. മഞ്ജുള. ഇതുണ്ട് നമ്മളെ ഇന്നത്തെ യാത്ര സന്തോഷരായി. നമ്മളിതാ എരുമേലി എത്തി. വേട്ട തുള്ളാൻ വേണ്ടി പോകാൻ നോക്കുന്നത് എല്ലാരും റെഡി ആയിക്കൊണ്ടിരിക്കും. നമ്മളെ അച്ചുസ്വാമിയെല്ലാം റെഡി ഉണ്ട്. അച്ചുസ്വാമിന്റെ മോള് വേട്ട വെള്ളം അമ്മയെടുത്ത് ഇതാ അമ്മ. കന്നിക്കാരെല്ലാം നോക്കട്ടെ സൂപ്പർ ടീച്ചർ എവിടെയാ പോകുന്ന അറിയാം? എവിടെയാ പോകുന്ന? ആ
കളർ ഇത്ര പൈസ കൊടുത്ത് മേടിക്കുന്ന കളർ ഇങ്ങ് വാങ്ങിക്കുവാ ചങ്ങായി പറയാ അമ്മക്ക് കളർ അയച്ചു കൊടുക്കട്ടെ. നിസ്സാമി നോട്ടെ കളറ് ഒന്നും തിരിയുന്നില്ല കളറ്. പക്ഷെ നമ്മൾ നിമിഷച്ചിനമ്മ ഹസ്ബൻഡ് കൂടി സെൽഫി എടുത്ത് കളിക്കുന്നത്. എവിടെയാ പോവാൻ വന്നറിയാം? ആ പെട്ടതുള്ളൂല്ലേ? ആ ഓരോരോ ടീം വേട്ട തുള്ളിക്കൊണ്ട് വരുന്ന കാഴ്ചകളാണ് കാണുന്നത് കേട്ടാ നിങ്ങള്. ചമി നീ പൊളിക്കുന്ന മാറിക്കോ അണ്ണും കാലം മേടിക്കും മാറിയില്ല. அண்ணா அண்ணா பேர் என்ன பேரு? பேரு பேரு முருகேசன். முருகேசன்ல முருகேசன். എത്ര നാളായി ഇവിടെ? 3 വർഷം. ഞാൻ ശരിയായ പേട്ട ഉള്ളു കേട്ടോ. ഞാൻ പറയാ കളറ് വാരി പൂശിട്ട് സ്വാമീൻ്റെ പള്ളി കേട്ടോ. അവരെ പള്ളിയിലേക്കാണ് അടുത്ത പോകുന്നത് നമ്മള്. എന്റെ സ്വാമി തുള്ളുന്നില്ല.
കഴിഞ്ഞിരിക്കുകയാണ്. അതിഗംഭീരമായ പേട്ടകളായിരുന്നു നടന്നത്. ഇതാണ് എരുമേലി ധർമ്മശാസ്ത്ര ക്ഷേത്രം കേട്ടോ. ഉഷാറായിട്ട് വിളില്ലേ? അതിനെ അടുത്ത കാഴ്ചകൾ കാണാട്ടെ. പറയാം, നമ്മൾ നിലക്കലെത്തി. നിലക്കൽ നിന്ന് പമ്പയിലേക്ക് ബസ്സിന് പോകണം, KSRTC. എല്ലാവരും ഇറങ്ങി നടക്കണം. ശരിക്കും നമ്മളെ ഗവൺമെന്റ് വിചാരിച്ചാൽ ഈ ഒരു ദുരിതം നമുക്ക് ഒഴിവാക്കി തരാൻ പറ്റും. പക്ഷെ എന്താ ചെയ്യുക, വിചാരിക്കില്ല. KSRTC പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പമ്പയിലേക്ക്. നമ്മളെ ബസ് കയറ്റിട്ട് കൊണ്ട് ഇറക്കുന്ന സ്ഥലം ഇങ്ങക്ക് കാണിച്ചാൽ കേട്ടാ. ദുരിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ദുരിതം വേറെ ഇല്ല. ചളിയിൽ കൊണ്ട് ഇറക്കിയിട്ടാണ് നടത്തിക്കുന്നത്. ഇതെല്ലാം ലെവലാക്കാനുള്ള പൈസ ഇവർക്ക് കിട്ടുന്നില്ലേ? എന്താ ഇവര് നോക്കിയാ നിങ്ങള്? ഇതെല്ലാം ബന്ധപ്പെട്ട അധികാരികളിലേക്ക് എത്തിക്കണം കേട്ടോ. ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ KSRTC ബസ് എന്തിനാ ഈ നിലക്കൽ നിന്ന് പമ്പയിലേക്ക് ഓടുന്നതെന്ന് ഞാൻ അവിടുന്ന് ഈടത്തം വരെ വരുന്ന സമയം മൊത്തം ആലോചിക്കണം കേട്ടോ. KSRTC ബസ് വരുന്ന പോലെ തന്നെയല്ലേ നമ്മളെ ബസ് വരുന്നത്. KSRTC ഒഴിവാക്കിയിട്ട് നമ്മളെ ബസ് തന്നെ വരാൻ പറ്റൂലേ? ഇവിടെ ഇറക്കിയിട്ട് പോയാൽ പോരെ? എന്നാ അത് മര്യാദക്കാണെങ്കിൽ മര്യാദക്കല്ല. ആളടി കഴിഞ്ഞിട്ട് വേണം കയറാൻ ബസ്സിൽ. അത് കഴിഞ്ഞിട്ട് ബസ്സാണെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞ കുറേ ബസ്. മാറേ ഇന്ന് ഒരു അസാധ്യ തിരക്കാന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ വരെ എത്തി തിരക്ക്, നല്ല തിരക്കാണ്. മാറേ പമ്പല തിരക്കണ്ട, എന്നാ തിരക്ക് എന്നറിയാം.
ഇവിടെ എന്ത് തിരക്കായാലും നമ്മൾ കയറുന്ന സമയത്ത് എങ്ങനെയാണ് തിരക്കില്ലാണ്ട് കയറി പോക്കുണ്ട് കേട്ടോ. അങ്ങനെയാണ് എല്ലാ കൊല്ലം അങ്ങനെയാണ് സാധാരണ ഉണ്ടായാലും. നമുക്ക് നമ്മൾ പമ്പയിൽ വിരിവെക്കാൻ പോക്കാം. നമ്മള് പമ്പയിന്ന് കയറാൻ വേണ്ടി പോക്കാം. എല്ലാവരും തയ്യാറായി പമ്പയിന്ന് നീലിമല കയറാൻ പോക്കാം. ആദ്യം പമ്പ ഗണപതിനെ കണ്ട് ഇത് നീലിമല കയറും. എല്ലാവരും എന്താ പറയാനില്ലേ സ്വാമിക്ക്? പിന്നെ ഒന്നും പറയാനില്ല. നമ്മൾ ദൈവത്തോട് എല്ലാവരോടും പ്രാർത്ഥിച്ചിട്ട് എല്ലാവരും കൂടി ദൈവത്തിനെ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ നോക്കലാണ്. 18 മണി കയറിയിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കാൻ പോകാൻ നോക്കലാണ്. നമ്മളെല്ലാ ഒരുപാട് പെണ്ണുങ്ങൾ ഈ പ്രാവശ്യം നമുക്ക് കന്യസ്വാമിമാരുണ്ട്. എല്ലാവരും കാത്തിരക്കണമെന്ന് കാണുന്ന നിങ്ങളും എല്ലാം പ്രാർത്ഥിക്കുക. എത്രയോ പറയാനുണ്ട്. കൊണ്ടുപോയി കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കാം അല്ലേ? ഭഗവാന്റെ അടുത്ത് കൊണ്ടുപോയി കൊണ്ടുവരണേ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക. നിങ്ങളും എല്ലാവരും തമ്മിൽ സ്വാമി ശരണം. അയ്യപ്പനെ കണ്ടിട്ട് അനുഗ്രഹവും വാങ്ങിയിട്ട് എന്നാ അവരുടെ ഒരു കാലിനൊരു മുള്ളു കളിക്കാതെ കണ്ടുപോയി അയ്യപ്പൻ തന്നെ കൊണ്ടുവരണം. നമ്മൾ ആദ്യമായിട്ട് പോകുന്നതാണ്. ഒന്നും അറിയില്ല. ആകാംക്ഷയോടെയാണ് പോകുന്നത്. അപ്പൊ നല്ലൊരു ദർശനം കിട്ടാൻ വേണ്ടി അയ്യപ്പനെ അനുഗ്രഹിക്കട്ടെ. നമ്മളെ ഗുരുസ്വാമിന്റെ ആരും അല്ലാത്ത ഒരു സ്വാമിയാണ്. ആ സ്വാമി പറ എന്നാ പറയാനല്ലേ? ആദ്യമായിട്ട് അയ്യപ്പനെ കാണാൻ പോണേ എന്നാ പറയാ? അയ്യപ്പനെ കാണുന്നതാണ്. നല്ല സുഖയാത്രയാണ്. പമ്പയിലെത്തി നല്ല മനസ്സിന് നല്ല ഉള്ളിൽ സന്തോഷമുണ്ട്. പമ്പ സ്നാനം കഴിഞ്ഞ് മല കയറാനുള്ള തയ്യാറെടുപ്പിലാണ്. അതെ, നല്ലൊരു ദർശനവും നല്ലൊരു മലകയറ്റെല്ലാം ആശംസിക്കുന്നു. പമ്പേന്ന് ഇരുമുടിക്കെട്ടും തലയിൽ വെച്ചിട്ട് നിവേദ് സ്വാമി നമുക്ക് വേണ്ടി ഒരു അയ്യപ്പന്റെ പാട്ട് ഒരു 4 വരി പാട്ട് തരും. ആ പാട് നിവേദ് സ്വാമി, പാട് ഏതെങ്കിലും പാട്. തുമ്പിക്കൈ ചേർക്കണം നെയ്യഭിഷേകം സ്വാമിക്ക്, പാലഭിഷേകം സ്വാമിക്ക്, തിരുവാഭരണം സ്വാമിക്ക്, തിരുവൈദേകം സ്വാമിക്ക്. പമ്പാ ഗണപതി മാരിന്റെ അധിപതി ഒമ്പാർന്നുണരണമെങ്കിൽ തുമ്പിക്കൈ ചേർക്കണം നെഞ്ചിൽ, ഇതുപോലെ തീർക്കണം നെഞ്ചിൽ. ശരണയ്യപ്പോ 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 എന്നാ പറയാനല്ല സ്വാമിക്ക് എന്നാ മനസ്സിൽ തോന്നിപ്പോ? തിരക്കിലാണ് കാണല്ലേ? പറ. നല്ല ദർശനം കിട്ടണം എന്ന് പറയും. നല്ല ദർശനം കിട്ടണം. ആ അയ്യപ്പനെ നല്ലോണം പ്രാർത്ഥിച്ചോ, നല്ല ദർശനം കിട്ടും കേട്ടാ. പമ്പ ഗണപതിൻ്റെ അടുത്ത് എത്താറായി കേട്ടോ. അങ്ങനെ പറയാം നമ്മള്. ആ ഗണപതിയുടെ അടുത്ത് വിഘ്നങ്ങളെല്ലാം തീർക്കാൻ വേണ്ടി തേങ്ങ അടിച്ചിട്ടാണ് ശബരിമല യാത്ര ആരംഭിക്കുന്നത്. തിരക്കുണ്ടല്ലോ, എന്നാലും തിരക്കുണ്ട്.
കാണാനില്ല മറ്റേ മരയൊന്നല്ലേ അയ്യപ്പ ശരണം വേറെ റൂട്ട് അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ 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 പോണം కదా ഒരു നല്ല കയറ്റം കഴിഞ്ഞ് കുറച്ച് സ്ട്രെയിറ്റ് ആയി രണ്ടാമത്തെ കയറ്റം തുടങ്ങാൻ പോകുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി കയറ്റമായിരുന്നു അത്. എല്ലാവരും കയറി വന്നൊരു കുഴപ്പമില്ല. സ്വാമിമാർക്കൊന്നും അയ്യപ്പൻ്റെ സഹായം കൊണ്ട്. സ്വാമിയേ ശരണം അയ്യപ്പ. എന്തിന്റെ കയറ്റം? കയറ്റം കയറ്റം കഠിനം കഠിനം അതിഭയങ്കരം കയറ്റാണ്. അയ്യപ്പ അയ്യപ്പനെ കാണാൻ വരാൻ. അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ 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 അയ്യപ്പ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ എൻ ഗുരുനാഥ അയ്യപ്പോ എൻ ഗുരുനാഥ അയ്യപ്പോ ഗുരുനാഥ അയ്യപ്പോ ഗുരുനാഥ അയ്യപ്പോ 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 പരമഗുരുവേ അയ്യപ്പോ പരമഗുരുവേ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പ ശരണം അയ്യപ്പ ശരണം അയ്യപ്പ അയ്യപ്പ ശരണം ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം ദേവൻ ശരണം ദേവി ശരണം ദേവൻ ശരണം ദേവി ശരണം ദേവി ശരണം ദേവൻ ശരണം സ്വാമിയേ അയ്യപ്പോ അയ്യപ്പ കുറച്ചിടന്നു അയ്യപ്പോ സ്വാമിയേ അയ്യപ്പ ശരണം സ്വാമി ശരണം ശബരിമലയ്ക്ക് സ്വാമിയുടെ കെട്ട് അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമി തിന്തകത്തോ അയ്യപ്പ തിന്തകത്തോ സ്വാമി തിന്തകത്തോ അയ്യപ്പ തിന്തകത്തോ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ എന്തിവിടയ്യാ തള്ളിവിടയ്യോ എന്തിവിടയ്യാ തള്ളിവിടയ്യോ എന്തിവിടയ്യാ എന്തിവിടയ്യോ തള്ളിവിടയ്യാ എന്തിവിടയ്യോ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമി തിന്തകത്തോ അയ്യപ്പ തിന്തകത്തോ മാറേ അപ്പാച്ചിമേട്ടന് ഉണ്ടേരിയ നോക്കുന്നുണ്ട് അമ്മ. അപ്പാച്ചിമേട്ടിൽ ഉണ്ട വഴിപാട് സമർപ്പിച്ചു പോകാം. സ്വാമിയെ ശരണമയ്യപ്പ. അപ്പാച്ചിമേട്ടിൽ ഉണ്ട വഴിപാട് സമർപ്പിക്കാം. ഇഷ്ട വഴിപാടായ ഉണ്ട വഴിപാട് അപ്പാച്ചിമേട്ടിൽ സമർപ്പിക്കാം. സ്വാമി അയ്യപ്പനെ കാണാനെത്തുന്ന ഭക്തർക്ക് അപ്പാച്ചിമേട്ടിൽ ഉണ്ട വഴിപാട് സമർപ്പിച്ചു പോകാം. സ്വാമിയെ ശരണമയ്യപ്പ. അപ്പാച്ചിമേട്ടിൽ ഉണ്ട വഴിപാട് സമർപ്പിച്ചു പോകാം. സ്വാമിയെ
അങ്ങനെ നിറയെ അപ്പാച്ചിമേടൊക്കെ കഴിഞ്ഞ് അപ്പാച്ചിമേട്ടിൽ നിന്ന് ഉണ്ടൊക്കെ എറിഞ്ഞിട്ട് കുന്ന് കയറി പോയിക്കൊണ്ടിരിക്കണം സ്വാമിമാർ. നല്ല കയറ്റാണ്, ശരിക്കും അറിയുന്നുണ്ട്. എന്നാലും അയ്യപ്പൻ്റെ കൃപ കൊണ്ട് അങ്ങനെ കയറി പോകുന്നുണ്ട് കേട്ടോ. അയ്യപ്പ ശരണം, സ്വാമി ശരണം, അയ്യപ്പ ശരണം, അയ്യപ്പ ശരണം, സ്വാമി ശരണം, അയ്യപ്പ ശരണം, സ്വാമി ശരണം, സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ, സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ, സ്വാമിയേ കെട്ടും കെട്ടി ശബരിമലയ്ക്ക് കെട്ടും കെട്ടി ശബരിമലയ്ക്ക് ആരുടെ കെട്ട് സ്വാമിയുടെ കെട്ട് ആരുടെ കെട്ട് സ്വാമിയുടെ കെട്ട് സ്വാമിയുടെ കെട്ട് പള്ളിക്കെട്ട് തങ്ങളുടെ കെട്ട് പള്ളിക്കെട്ട് ആരെ കാണാൻ സ്വാമിയെ കാണാൻ ആരെ കാണാൻ സ്വാമിയെ കാണാൻ സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും മോക്ഷം കിട്ടിയാൽ പാപം തീരും മോക്ഷം കിട്ടിയാൽ പാപം തീരും പാപം തീരും മോക്ഷം കിട്ടിയാൽ പാപം തീരും മോക്ഷം കിട്ടിയാൽ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ എൻ ഗുരുനാഥ അയ്യപ്പോ എൻ ഗുരുനാഥ അയ്യപ്പോ സത്യസ്വരൂപ അയ്യപ്പോ സത്യസ്വരൂപ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ അവരും മലരും സ്വാമിക്ക് അവരും മലരും സ്വാമിക്ക് കൊട്ടത്തേങ്ങ സ്വാമിക്ക് കൊട്ടത്തേങ്ങ സ്വാമിക്ക് കൽക്കണ്ടി മുന്തിരി സ്വാമിക്ക് കൽക്കണ്ടി മുന്തിരി സ്വാമിക്ക് ഊതുബത്തി സ്വാമിക്ക് ഊതുബത്തി സ്വാമിക്ക് സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ ഗുരുനാഥ അയ്യപ്പോ ഗുരുനാഥ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ 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 സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ സ്വാമി ശരണം നല്ല തണുപ്പല്ലേ? ഇതെത്തുമ്പോ നല്ല തണുപ്പ്. എത്തുമ്പോ എന്തോ ഭഗവാൻ ഒരു AC ഇട്ട പോലത്തെ ഫീലിംഗ്. തണുപ്പ് കാലിന് കഴിക്കല മല കയറി വന്നിട്ട് ആ. അതെല്ലാം നമ്മളെ ശരണം വിളിയിട്ട് നമ്മുടെ പകുതി ഉഷാറായില്ലേ? അതെ അതെ. അമ്മ ഇങ്ങനെ ശരണം വിളിക്കും ഞാൻ വിചാരിച്ചില്ല. എന്നാ പറയാ നല്ല അയ്യപ്പന്റെ ഒരു ഇതാണ്. സമയത്ത് കേട്ടില്ല ആ ഒറ്റ ശരണം വിളിയിൽ നമ്മൾ തടി അറിഞ്ഞിട്ടല്ലോ. ഇല്ല ഇല്ല. ഓട്ടോമാറ്റിക്കലി കയറിയില്ല നമ്മൾ. അതേപോലെ അങ്ങ് എത്തിക്കട്ടെ. ഈ മെഡിക്കേറ്റഡ് ഡ്രിങ്കിങ് വാട്ടർ ഉണ്ട് അങ്ങനെ പറയാം. ഇങ്ങനെ ഒരു കുടിവെള്ളം കൊടുക്കുന്നത് ശരിക്ക് നല്ലൊരു കാര്യമാണ്, വലിയൊരു കാര്യം. മല കയറി വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് ഇങ്ങനെ വെള്ളം കിട്ടുമ്പോൾ ശരിക്ക് നല്ലൊരു എന്താ പറയാ, ക്ഷീണം മാറ്റാനുള്ളൊരു ഔഷധം. എങ്ങനെയുണ്ട് നല്ലതന്നെ യാത്ര? യാത്രയെല്ലാം സുഖം തന്നെ. ആ. സ്വാമി നല്ലോണം ആ. നല്ല കാശേരി അതുകൊണ്ട് നല്ലോണം കേരി മോനെ. ഇനി എല്ലാരും അയ്യപ്പന്റെ കടാക്ഷം കൊണ്ട് 18 പടിയെല്ലാം നല്ല ശരിക്ക് കയറാൻ പറ്റട്ടെ കേരി പറ്റി എല്ലാ സമയം വരുമ്പോ അങ്ങനെയാണ്. ശബരി പീഠം ചങ്ങായിമാരെ വേണ്ട. ശബരി പീഠം ഇവിടെയല്ല ശരിക്കും ചരം കുത്തേണ്ടത്. കന്നിക്കാർ ചരം കുത്താനായിട്ട് ചരംകുത്തി ആല് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, അവിടെയാണ് കുത്തേണ്ടത്. ആർക്കും വീട് നോക്കണേ, കയറുമ്പോ നോക്കണം. പാട് കാനനവാസ കലിയുഗ വരദ കാനനവാസ കലിയുഗ വരദ കാത്തളിരിണ കൈ തൊഴുന്നേ നിൻ കാത്തളിരിണ കൈ തൊഴുന്നേ നിൻ കേശാദിപാദം തൊഴുന്നേ കാനനവാസ
കലിയുഗ വരദ കാനനവാസ കലിയുഗ വരദ. ശരംകുത്തിലേക്ക് പോകുന്ന വഴി നേരെ സിംഹവാലം കുരങ്ങ് ചപ്പാത്തി നിന്നുണ്ട്. നിങ്ങൾ ചപ്പാത്തി ആ ഒറോട്ടി എന്തെന്നാ നിന്ന് തമ്പി ഫോണെടുത്ത് പോകാൻ നോക്കിയാ ഓയ് കുത്തു അടുത്ത ശരംകുത്താണ് കേട്ടോ ചങ്ങന്മാരെ. കുത്ത് അമ്മ ശരം കുത്തുന്നുണ്ട് ചങ്ങന്മാരെ. ആ നടന്നോ. വാ പോയിക്കൂടെ. ആ ശരംകുത്ത് ശരണയ്യപ്പോ ശരണയ്യപ്പോ ശരണയ്യപ്പോ. ആ ശരണയ്യപ്പോ. ചങ്ങന്മാരെ വെടിവഴിപാടിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്, ശബ്ദം. സന്നിധാനത്തിനല്ല വെടിവഴിപാടുണ്ടോ, ശബ്ദം കേൾക്കുന്നുണ്ട്. മാറേ കാട്ടുപന്നീനെ കണ്ട നിങ്ങള്? ഇവിടുത്തെ കാട്ടുപന്നിക്ക് ഒരു പ്രത്യേകതയുണ്ട്, ആരും ഉപദ്രവിക്കൂല കേട്ടോ അല്ലേ. മനുഷ്യന്മാരുമായിട്ട് കുറച്ചൊരു അയ്യപ്പോ. തിരക്കുണ്ട്. മലപ്പുറം ജില്ലയിൽ വടകപ്പുറം മഹാരത്നം ക്ഷേത്രത്തിൽ നിന്നും ഇതെന്താ അമ്മേ? എന്ത് ദർശനം അയ്യപ്പനെ കണ്ട് ദർശനം കിട്ടി. ഭയങ്കര തിരക്ക്. പക്ഷേങ്കിലും ഉന്തും തള്ളുമായിട്ട് 18 പടിയും തൊടാൻ കഴിഞ്ഞില്ല മോനെ. താഴത്തെ ഒരു 5-6 പടി തൊട്ടു. അപ്പോഴത്തേക്ക് ഉന്തി അങ്ങ് നടേമ ഇടാൻ പോയിട്ട് തേച്ച് തൊടാൻ കിട്ടി. അയ്യപ്പനെ ദർശനം കിട്ടി. നല്ല ദർശനല്ലേ? ഇതുണ്ട് ദർശനം. നല്ല സൂപ്പർ ദർശനം. നല്ല ടീം വർക്ക് നല്ലത് അല്ലേ? എല്ലാ സ്വാമിമാരും നല്ല ജൂലായാലും ബസ്സിലായാലും എവിടെയും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്തിന്റെ ദർശനം? ഇല്ല, ആ ദർശന സമയത്ത് ഒന്നും തള്ളൊന്നുമില്ലാണ്ട് വൃത്തിക്ക് കാണാൻ പറ്റില്ലേ? 18 മണിക്ക് തിരക്കില്ലേ? തിരക്കുണ്ടായിരുന്നു. എന്നാലും അത് ലാസ്റ്റ് പോലീസ് പിടിച്ചു കയറ്റി. കാരണം നടക്കുന്നത് നമുക്ക് കുറേ സ്റ്റെപ്പ് കയറാൻ പറ്റും. പിന്നെ ഞാനിങ്ങനെ കുഞ്ഞു വരുന്ന സമയത്ത് ദർശനം കിട്ടി. 18 പടിയും തൊട്ട് നല്ല ദർശനം തന്നെ. 18 പടി പിന്നെ എല്ലാവരും നല്ല ഒരു കുടുംബക്കാരെ പോലെയാണ് ഇപ്പൊ എല്ലാവരും നമ്മളായിട്ടുള്ളത്. എല്ലാവരും പരസ്പരം സഹായിക്കും. എല്ലാവരും നല്ലൊരു ടീം വർക്കായിട്ട് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് ആർക്കും ഒരു വിഷമവും ഉണ്ടായിട്ടില്ല. നമ്മൾ ഒറ്റപ്പെട്ടെന്നുള്ളൊരു ബോധമൊന്നുമില്ല. വളരെ ഒറ്റപ്പെട്ടാലും എല്ലാവരും വന്ന് നല്ലൊരു ആ സ്വാമി
സ്വാമി ദർശനം എന്തുണ്ട്? സന്തോഷായി. ദർശനം കിട്ടീന്. സുഖമായി തൊടുത്തു. ഒരു പിടിച്ചെന്തലോ തിരക്കോ ഒന്നും ഉണ്ടായിട്ടില്ല. നല്ലോണം കണ്ടില്ല. ആർക്കും ഒരു ഇതുമില്ല അല്ലെ, ഒന്നും പറ്റിയില്ല. ഒരു ക്ഷീണവും ഇല്ല. 41 ദിവസത്തെ ആ വ്രതത്തിന്റെ ഫലം നമ്മൾ ഇന്ന് അനുഭവിച്ചു. ടീച്ചർ ശരണം വിളിച്ചിനാ? പിന്നെ ശരണം വിളി കണ്ട് ശരണം വിളിയിലാണ് കേറിപ്പോയല്ലേ. അവന് ശരണം ഇങ്ങനെ വിളിക്കുമ്പോ അത് വിളിച്ചോണ്ടിരിക്കുമ്പോ എനിക്ക് ക്ഷീണം. ഞാൻ 6ാം ക്ലാസ് തുടങ്ങുമ്പോൾ എടുക്കുന്ന കഥാണ്. അതെയാ? 6ാം ക്ലാസ് പഠിക്കുന്നുണ്ട്. മണ്ഡലകാലം എപ്പൊന്നും. പിന്നെ നമ്മളെ വീട്ടിൽ നിന്ന് 18 കൊല്ലം കെട്ടടിച്ചിട്ട് പോയി. 2000 തൊട്ട് 18 കൊല്ലം വരെ വീട്ടിൽ നിന്ന് തന്നെ. എന്തുണ്ട് ദർശനമല്ലോ? ദർശനം അടിപൊളിയാണ്. ഞാൻ അയ്യപ്പനെ ശരിക്കും ദർശനം ശരിക്കും കാണാൻ കഴിഞ്ഞ ദൈവത്തിനെ പോയിട്ട് അതിന്റെ എല്ലാ സംവിധാനങ്ങളും ചെയ്തു തന്നെ. അതെയാ? അയ്യപ്പൻ തന്നെയാ? അയ്യപ്പൻ തന്നെ. അയ്യപ്പനോടുണ്ടായ ഒരു പ്രത്യേക ഒരു ഭക്തി നമുക്ക് കൂട്ടാൻ കാരണം എപ്പോ കൊല്ലത്തിൽ വരാൻ തോന്നുന്നതും അതാണ്. സന്തോഷം കേട്ടതിൽ സന്തോഷം. അവനെ നീ ചോദിച്ചാലും സന്തോഷം. സ്വാമി ദർശനം എന്തുണ്ട്? അയ്യപ്പനെ ശരിക്കും കണ്ടിനാ? എന്താ എന്നാ പറഞ്ഞു അയ്യപ്പനോട്? പറ. അമ്മമ്മയോട് ചോദിച്ചേക്കാം. ഇതെന്റെ ദർശനമല്ലോ അല്ല? വേറെ 18 മടിയെല്ലാം തൊടാൻ പറ്റീനാ? പിന്നെ ഒന്നല്ലേ വലിച്ചു സൈഡിലോട്ട് കയറി ഉണ്ടോ? ഇവര് പ്രാക്ടീസ് ചെയ്യുന്ന അടുത്ത പാട്ട് പ്രാക്ടീസ് ചെയ്യുന്ന നീ രാത്രിത്തേക്ക് പാടുന്ന വീടുന്നെല്ലാം ഭജനം വെക്കണ പരിപാടി ഉണ്ടാവുള്ളൂ. ഭക്ഷണത്തിന് ലൈൻ നിന്നിട്ടുള്ളേ. ഞാൻ നിവേദ് സ്വാമിയും ഇച്ചുസ്വാമിനെ കാണുന്നില്ല. ഭക്ഷണം കഴിക്കാൻ ഇരുന്നിട്ടുള്ള ഭക്ഷണം കഴിക്കട്ടോ. അന്നദാന മണ്ഡപത്തിലുള്ള അയ്യപ്പന്റെ അങ്ങനെ പറയാം. നല്ലൊരു ഉറക്കെല്ലാം ഉറങ്ങി. നമ്മൾ ഒരക്കുഴി കുളിക്കാൻ പോകാട്ടോ. അടുത്ത വരൽക്കുളിയിലെ കുളി കുളിച്ചാൽ പ്രത്യേക ഒരു ഉന്മേഷം വരും അല്ലേ സ്വാമി? നല്ല അടിപൊളിയാവും. ക്ഷീണം തേച്ച് മാറും. ക്ഷീണം നല്ല ഐസ് വെള്ളം പോലത്തെ വെള്ളം. അതേ വെട്ടി വന്ന ക്ഷീണം കംപ്ലീറ്റ് മാറിക്കും. നമുക്ക് നേരെ വരൽക്കുഴിയിലേക്ക് പോകാം. ശരണം സ്വാമി. ശരണം അയ്യപ്പ. സ്വാമി എവിടെയായിരുന്നു? ഞാൻ ഉറക്കുഴി അയ്യപ്പൻ കുളിച്ച് തീർത്ഥത്തുനിന്ന് വിളിച്ചുകൊണ്ട് വരികയാണ്. എന്തുണ്ട് അവിടുത്തെ അവസ്ഥ? നല്ല തണുപ്പുണ്ട്, ജനങ്ങൾ കൂടുതലുണ്ട്. ഇപ്പൊ പോയി കഴിഞ്ഞാൽ ഒരു മണിക്കൂർ ലൈനിൽ നിന്നാൽ കുളിക്കാൻ പറ്റും. നമ്മൾ വേഗം പോയിട്ടെ. ഉറക്കുഴിയിലേക്ക് പോകുന്ന വഴി കേട്ടോ. ഒന്നും കാട്ടാൻ കഴിയില്ലായിരുന്നു. പണ്ടൊന്നും ഇത്രയൊന്നും വീതിയില്ല കേട്ടോ. ചെറിയ വഴിയാണ്. ഇപ്പൊ എല്ലാവരും പോയി നല്ല വീതിയായി. നല്ല ചെരിവ് കേട്ടോ. ഇവിടേക്ക് വരുന്നവര് നല്ലോണം ശ്രദ്ധിക്കണം. കാല് തെറ്റിയാൽ താഴോട്ടേക്ക് പോകാനുള്ള സാധ്യത. അച്ഛസ്വാമി നല്ലോണം മുങ്ങട്ട് ഇങ്ങ പാരുങ്കോ. നമ്മളെ കൂടെ വന്ന നിവേദ് സ്വാമിയാണ് കുളിക്കുന്നത് കേട്ടോ. വെള്ളപ്പുള്ളിയാണ് കുളിക്കുന്നത്. കുളിച്ചിട്ടുള്ള അനുഭവം പറ. എങ്ങനെ പറയാ? അടുത്ത ചടങ്ങ് മാളികപ്പുറത്ത് തേങ്ങ ഉരുട്ടലാണ്. അമ്മയും ഒരുപാട് കന്യാസ്വാമിമാരുണ്ട്. അവരെല്ലാം കൂട്ടിയിട്ട് മാളികപ്പുറത്തേക്ക് പോക്കാം. താനായി
ഇറങ്ങുന്നതിന് മേത്തുള്ള കാര്യം ആളെ പുറത്ത് തേങ്ങ കിട്ടുന്നതാണ് കാണുന്നുണ്ട്. കന്നിക്കാർ തേങ്ങ കിട്ടുന്ന മാളിയപ്പുറത്ത് തേങ്ങ കിട്ടുന്നേ. അടുത്ത് നമ്മൾ പോകുന്നത് ഭസ്മക്കുളത്തിലേക്കാ കേട്ടോ. കന്നിസ്വാമിയാറ് ഭസ്മക്കുളത്തിൽ മുക്കാൻ വേണ്ടി കൊണ്ടുവന്നു. തേങ്ങ കിട്ടാൻ ശരിക്കും അടിപൊളി. സ്വാമി മുങ്ങുന്നില്ലേ? ഇതാണ് ഭസ്മക്കുളം ചെന്നൈമാരെ. ഇതാണ് ആഴി കേട്ടോ. ഈ ആഴിയിലാണ് നമ്മൾ നെയ്യ് എടുത്ത ശേഷം തേങ്ങ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കുക. അതിൻ്റെ കുണ്ടക്കുള്ള ആൽമരം കണ്ട, ഒരിക്കലും ഉണങ്ങാത്തൊരു ആൽമരം കണ്ട. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. റൂമിലേക്ക് നോക്കല്ലേ? വന്നപ്പടി കണക്ക് വെച്ചിട്ട് മാത്രം പത്തുകൾ ചങ്ങായിമാരെ, ഈ ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടായ നെയ്യഭിഷേകത്തിനുള്ള നെയ്ത്തേങ്ങ പൊട്ടിച്ചു കഴിഞ്ഞു. അതാണ് ഈ വർഷത്തെ നമ്മളെ ലാസ്റ്റത്തെ ഒരു ചടങ്ങ്. ഇനി അത് കഴിഞ്ഞ് നെയ്യ് അഭിഷേകത്തിന് വേണ്ടി കുറച്ച് കൊണ്ടുപോകണം. എന്താ പറയണ്ട? നെയ്യഭിഷേകത്തിലുള്ള നെയ്ത്തേങ്ങ കൊണ്ടുവന്ന് പൊട്ടിക്കാനുള്ള ഭാഗ്യം നമുക്ക് 3 പേർക്ക് ഉണ്ടായി. അതാണ് നമുക്ക് പറയാനുള്ളത് അല്ലേ? കഴിഞ്ഞ വർഷം ഞങ്ങളെ ക്യൂവില് 8ാമത്തെ സ്ഥാനത്തായിരുന്നു നമ്മൾ നിന്നിരുന്നത് നെയ്യഭിഷേകത്തിന്. അപ്പോൾ അവിടെയുള്ള ഭാരവാഹികൾ, ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ നെയ്യ് നോക്കിയിട്ട് നമ്മളെ നെയ്യാണ് ഫസ്റ്റിൽ അഭിഷേകത്തിന് വേണ്ടി എടുത്തത്. അത് നമ്മൾ അത്രയും വൃത്തിയാക്കി എടുത്തത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഇപ്രാവശ്യവും നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. ഇപ്രാവശ്യവും നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നു. നമ്മളെ തന്നെ ആദ്യം നെയ്യ് എടുത്തത്. അപ്പോൾ സ്വാമിയേ ശരണയ്യപ്പ.
നമ്മുടെ ദോഷങ്ങൾ മാറാൻ വേണ്ടിയുള്ള വഴിപാടാണ്. ശരീരദോഷം, ശത്രുദോഷം, കണ്ണുദോഷം, നാമദോഷം, നമ്മുടെ കുടുംബത്തിലുള്ള ദോഷങ്ങളൊക്കെ മാറാൻ വേണ്ടി ചെയ്യുന്ന വഴിപാടാണ്. ഇത് പറവട്ടിപ്പാട്ടെന്ന് പറയും. പറവട്ടിപ്പാട്ട്. നമസ്കാരം. ഇതെന്താണ് വഴിപാട്? സർപ്പ വഴിപാട്, നാഗപ്പാട്ട്. ഇതെന്തിനു വേണ്ടിയില്ല? സർപ്പദോഷം തീരാൻ, രാഹുകേ ദോഷം തീരാൻ, നമ്മുടെ വീടിനും സംഭാവനക്കൊക്കെ വേണ്ടി സർപ്പങ്ങളുടെ ദോഷം തീരാൻ അർച്ചന. അങ്ങയുടെ പേരെന്നാ? ബിജു പാരപ്പെട്ടി. സന്തോഷം. നമ്മളിപ്പോൾ ഉള്ളത് സന്നിധാനത്തുള്ള ഗോശാലയിലാണ് കേട്ടോ. നമ്മളെ അയ്യപ്പൻ്റെ അഭിഷേകത്തിനെല്ലാം കൊണ്ടുപോകുന്ന പാലെല്ലാം ഈ ഗോശാലയിൽ നിന്ന് കറന്നെടുത്തിട്ടാണ് കൊണ്ടുപോകുന്നത്. എൻ്റെ കൂടെ നിവേശ് സ്വാമിയും നമ്മുടെ രായസ്വാമിയും ഉണ്ട്. നമ്മൾ ഗോശാല കാണാൻ വേണ്ടി നേരത്തെ വരണം വിചാരിക്കുന്നത്, സമയം കിട്ടിയില്ല. നെയ്ത്തേങ്ങ പൊട്ടിക്കലും കെട്ട് കഴിച്ച് വെക്കലായിട്ടല്ലേ. ഇപ്പം അതിനൊരു സമയവും ഭഗവാനും ഇപ്പം നമുക്ക് അതിനൊരു സമയം തന്നു കാണാൻ വേണ്ടി വന്നിട്ടുള്ളൂ. നമുക്ക് കാണാൻ. आनंद, इधर कितना साल हो गया? 9 साल. इधर आप अकेला काम कर रहे हैं? अकेला कर रहे हैं. हाँ, अकेला है. इधर से दूध देता है उधर भगवान को पास जाता है. हाँ, दिन भर इधर से लेके जाएगा? दिन में 2 टाइम लेके जाता है. दिन भर 2 टाइम. हाँ, शुक्रिया. इधर देखने का मुश्किल नहीं है ना? नहीं, मुश्किल नहीं. ओके, शुक्रिया भाई. ഇതാ ചങ്ങായിമാരെ, അയ്യപ്പൻ്റെ അഭിഷേകത്തിന് കൊണ്ടുവന്ന പാല് ഈ പശുക്കളെടുക്കുന്ന കറന്നിട്ടാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. ഇദ്ദേഹമാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. ഒരുപാട് ആൾക്കാർ ഈ ഗോശാല കാണാൻ വേണ്ടി ഇപ്പോൾ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കൊന്ന് കാണണം എന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത്. പശുക്കളെ കൂടാണ്ട് കുറേ കോഴികളുണ്ട് കേട്ടോ. അങ്ങ് നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയാം. ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടാ അങ്ങനെ വേറെ കോഴികളൊക്കെ ഉണ്ടാ. ഞാൻ പറയാം, നമുക്ക് രാജസ്വാമിയോട് ചോദിച്ചു നോക്കാമല്ലോ ഗോശാല കണ്ടിട്ടുള്ള അഭിപ്രായം. രാജസ്വാമി പറ. ഗോശാല അടിപൊളിയല്ലേ? എത്രയാ പശുക്കൾ? 10-25 പശുക്കളുണ്ട്. അടിപൊളി തന്നെ. അതുകൂടാണ്ട് കോഴികളുണ്ട്. കോഴികളൊക്കെ കോഴികളുണ്ട്. കോഴി കൊക്കരിക്കുന്നുണ്ട്. സമയം മാറിയിട്ട് സന്തോഷമല്ലേ കാണാൻ പറ്റിയത്?